സോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സോർട്സിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. സോർട്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിരുന്നു, അതിൻ്റെ സെക്കൻഡ് ഡേ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുറേ കാര്യങ്ങൾ കൂടെ ഉണ്ട് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയേക്കുവാണ് അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ബാക്കി കാഴ്ചകൾ അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം കേട്ടോ. സോർട്സിൻ്റെ ഇന്നറായിട്ടുള്ള കുറച്ച് സ്ഥലത്തോടെ ഞാനിപ്പോൾ പോകുന്നത്. ഭയങ്കര രസമാണ് ഇവിടെ. ആക്ച്വലി അടിപൊളി പ്ലേസ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല.
ഓണത്തിൻ്റെ ഒക്കെ തിരക്കായിരിക്കും നാട്ടിൽ എല്ലാവരും ഉത്രാടപ്പാച്ചിലും അല്ലെങ്കിൽ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഓടിപ്പോയി നടക്കുമായിരിക്കും അല്ലേ. ഓണം അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാ ആശംസകളും നേരിടണം. അതുപോലെ തന്നെ ഒരു പ്രത്യേകിച്ച് ഓണ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു മുണ്ടൊക്കെ എടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എടുത്തതിന് ശേഷം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഇതാണ്. അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഓണത്തിന് വലിയ ഒന്നുമില്ല. പിന്നെ നമ്മൾ നാളെ പായസം എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു പായസം വെക്കണം വിചാരിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഓണം അടിച്ചു പൊളിക്കണം. ഓണം അടിച്ചു പൊളിച്ച് ഓണത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ആഘോഷങ്ങളിലും പങ്കെടുത്തുകൊണ്ട് ഓണം അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഞാൻ ആക്ച്വലി പുറത്തുനിന്ന് പോയായിരുന്നു. സോഴ്സിൽ 2ാമത്തെ ദിവസം അടിച്ചു പൊളിക്കാൻ വേണ്ടി പോയത്. പക്ഷേ ഭയങ്കര തണുപ്പ്. ഇവിടെ കാലാവസ്ഥയൊക്കെ മാറി കേട്ടോ. വിൻ്റർ എന്താ പറയുക, അടിച്ചു പൊളിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പായി. മൊത്തത്തിൽ എല്ലാവർക്കും തന്നെ ജലദോഷം, ചുമ അങ്ങനെയുള്ളതൊക്കെ പിടിച്ചു തുടങ്ങി. എനിക്കും സ്വരാക്കം മാറി തുടങ്ങി. കാരണം തണുപ്പടിക്കണമെന്നാന്ന് തോന്നുന്നു. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മരുന്നൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കണം. എന്താന്ന് പറയാൻ ലീവ് ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു ടെൻഷൻ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ആവശ്യം റെസ്റ്റൊക്കെ എടുക്കാം. സോ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ജസ്റ്റ് വന്നിട്ട് ഇപ്പോൾ താഴെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഉണ്ടാക്കുന്നതിന് കാണിച്ചു. അപ്പോൾ ഇന്നത്തെ ഡിന്നറായിട്ട് ഉണ്ടാക്കുന്ന വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് കഴിഞ്ഞ ദിവസം മേടിച്ച നമ്മുടെ ജമൈക്കൻ ചിക്കൻ്റെ കുറച്ച് കാര്യങ്ങൾ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തിരുമ്പി വെച്ചേക്കണതാണ്. എല്ലാം കറക്റ്റായിട്ട് ഇരിക്കുന്നതാണ്. അപ്പം ജസ്റ്റ് എയർ ഫ്രൈഡിലേക്ക് ഇട്ടിട്ട് വേഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചിപ്സും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കൂടെ കൂട്ടി നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഉത്രാടപ്പാച്ചിലിൽ നടന്ന് കഴിക്കുന്ന സാധനങ്ങൾ. വേറെ പ്രത്യേകിച്ച് ഇവിടെ തിരുവോണമോ കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലപ്പം ഇച്ചിരി പായസം ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അപ്പം ഇതാണെന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വേഗം കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ എയർ ഫ്രൈഡിനകത്ത് വെക്കാനുള്ള ചിക്കനൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എയർ ഫ്രൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ടൈം കൂടെ സെറ്റ് ചെയ്ത് നമുക്ക് സെറ്റപ്പാക്കി വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ 180 ഏകദേശം ഒരു 40 മിനിറ്റോളം 90 വയ്ക്കാം. സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിന്ന് കുക്കാവട്ടെ. പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നതായിരിക്കും.